നമ്മ ചായ. ആ എന്താ ചായ നേരത്തെ വെച്ചാ? എന്താ രണ്ടാളും കൂടെ എവിടെയെങ്കിലും പോവാണോ? അമ്മ അങ്ങനെ ചോദിച്ചേ. അല്ല, അങ്ങനെയുള്ള പിള്ളേർ ചായയൊക്കെ നേരത്തെ വെക്കല്ലേ. ഇപ്പൊ സമയം എത്രയായി? 4:30 കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ആ ഇതെന്താ അമ്മ സാരിയൊക്കെ? ഞാൻ അടുത്ത ആഴ്ച പോണേ. കേറിക്കൂടലിനെ സാരി എടുക്കാൻ നോക്ക. ഇനിയിപ്പൊ പുതിയതൊന്നും മേടിക്കാൻ വയ്യ. ഉടുക്കാത്ത കൊറേ ഇരിപ്പുണ്ട്. ഏതെങ്കിലും ഒന്നും ഉടുക്കാന്ന് വിചാരിച്ച് അവിടെ വെച്ചേക്ക്. ഞങ്ങളൊന്ന് വീട്ടിൽ പോവാന്ന് വിചാരിച്ചിട്ട്. വീട്ടിൽ പോവാ? എന്തു പറ്റി? വന്നിട്ടിപ്പോ ഒരാഴ്ച ആയില്ല അല്ലേ? ബുധനാഴ്ച. പിന്നെ ബുധനാഴ്ച വന്നു. എന്താ ഇപ്പൊ പെട്ടെന്ന്? അമ്മയ്ക്ക് പിന്നെ കാലുവേദനയും അച്ഛന് പുറം വേദനയൊക്കെ ആയിട്ട് റെസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഒന്ന് പോയിട്ട് വരാം. ശരിയാണല്ലോ, അവിടുത്തെ അമ്മയ്ക്കും അച്ഛനും അല്ലേ നടുവേദനയും പുറം വേദനയും കാലുവേദനയും ഒക്കെ ഉള്ളു. അമ്മ അങ്ങനെ പറഞ്ഞേ? അല്ല, ഞാൻ പറഞ്ഞുന്നുള്ളു. പൊയ്ക്കോപ്പാ, നിങ്ങൾ പോകുന്നതിനൊക്കെ എന്താ? അവനും ഉണ്ടോ? നിങ്ങൾ പോയിട്ട് വന്നപ്പോ നേരെ സന്ധ്യയായപ്പോൾ ഇറങ്ങുന്ന. എന്നാ പിന്നെ രാവിലെ പോയിക്കൂടായിരുന്നോ? ഇത്രയും ചോറും കറിയൊക്കെ രാവിലെ വെച്ചു വെക്കണം. എപ്പോഴും ഇങ്ങനെ വീട്ടിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടോ? ആഴ്ചക്ക് ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെയൊക്കെ സമയത്ത് എന്റെ അമ്മയൊന്നും എന്നെ വിടത്തേ ഉണ്ടായിട്ടില്ല. ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഒരു ഓണത്തിനും വിഷുവിനും പോയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ പോലും ഇല്ല. രാവിലത്തെ ഫുഡും എല്ലാം ഉച്ചക്കത്തെ ഫുഡും ഒക്കെ ആക്കി വൈകുന്നേരം രാത്രി ആകുമ്പോൾ എന്റെ വീട്ടിലേക്ക്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഭക്ഷണമൊക്കെ നാശമായിട്ടുണ്ടാവും. അവിടുത്തെ അമ്മയുടെ കറി കഴിക്കാൻ. അതൊക്കെ ഒരു കാലം. ഇപ്പത്തെ കുട്ടികൾക്ക് വല്ലതുണ്ടോ? ഇല്ല കേട്ടോ. സന്ധ്യ ആവുന്നതിന് മുന്നേ ഇറങ്ങാൻ നോക്ക്. ഇന്ന് ചൊവ്വാഴ്ച ആയിക്കൊണ്ടൊരു പോക്ക്. എന്താ? ഇറങ്ങാനായോ? പോയിട്ട് എന്ന് ഈ പോകുന്ന എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ഇപ്പൊ ബുധനാഴ്ചയല്ലേ അങ്ങോട്ട് പോയിട്ട് വന്നത്. എപ്പോഴും അവിടെ ഇപ്പൊ പോണമെന്നുണ്ടോ? അവിടുത്തെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഓള് പോയിക്കോട്ടെ. കുറച്ച് നേരത്തെ ഓളെ ബസ് കയറ്റി വിട്ടാ പോരെ? എല്ലാ ദിവസവും നീ അങ്ങോട്ട് പോകണം, ഒരാഴ്ച കഴിയണം, വരണം. പണ്ട് നിന്റെ അച്ഛനോട് നിന്റെ അച്ഛമ്മ പറയുന്നത് കേൾക്കാം, ഭാര്യ വീട്ടിൽ പരമസുഖം, ദിനം ഇട്ടു കഴിഞ്ഞാൽ പട്ടിക്ക് സമം. അത് ഓർമ്മയുണ്ടായ നന്ന്. പോയിട്ടോ. അമ്മ അവിടെ ഒറ്റയ്ക്കായാലുണ്ട്, എന്തായാലുണ്ട്. ഞാനൊന്നും പറയാനൊന്നുമില്ല. പോയിട്ടോ. ശരി.